കൺവെൻഷനിൽ പ്രസംഗിപ്പിക്കും. അതൊക്കെ എന്താണ്? അണികളെ, കോൺഗ്രസ്സുകാരെ, UDF-കാരെ ആവേശം കൂട്ടാനല്ല, മറിച്ച് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തങ്ങളായിരിക്കണം അധികാരത്തിന്റെ താക്കോൽ സ്ഥാനത്ത് വരേണ്ടതെന്ന് ഓരോ നേതാവും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ നേതാക്കന്മാരെല്ലാം വെറുതെ ഇരിക്കുന്ന ആളുകളല്ല. അവരെല്ലാം തന്നെ എന്താണ്? കൃത്യമായ ചില താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ അധികാരം കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യം തന്നെ അപ്രസക്താണ്. നമ്മള് പൊളിറ്റിക്കലായി കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയും. അധികാരം കിട്ടാൻ പോകുന്നില്ല, UDF-ന് ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷവും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അവരെന്താണ്? അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളാണ് മുഖ്യമന്ത്രിയാവേണ്ടത്, ഞങ്ങളുടെ പ്രതിനിധിയാണ് മുഖ്യമന്ത്രിയാവേണ്ടത്, അതിന് ഏറ്റവും അനുയോജ്യൻ ഇന്നയാളാണ് എന്ന രീതിയിൽ ചർച്ച നടത്തിക്കൊണ്ട് ഇരിക്കും. അപ്പൊ നമ്മളൊരു പാർലമെന്ററി ജനാധിപത്യ ക്രമത്തിനകത്ത് സ്വാഭാവികമായിട്ടും എന്താണ്? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് ഭരണമുന്നണിക്ക് എതിരായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് സമരത്തെയും നയിക്കുന്നത്. പക്ഷെ ഭരണമുന്നണിക്കെതിരായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് സമരത്തെ നയിക്കുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അത്യന്തം ദയനീയമായി പരാജയപ്പെട്ടു പോയി. ആ പരാജയത്തിന്റെ ഒന്നാമത്തെ സൂചന എന്താണ്? ഞങ്ങളുടെ പുതുയുഗ യാത്ര തിരുവനന്തപുരത്തെത്തി അതേ വേദിയിൽ ഞങ്ങൾ എന്താണ്? ഈ 140 മണ്ഡലങ്ങളിലെ ഈ സ്ഥാനാർത്ഥികളെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിയുമെന്ന് അത്ഭുതകരമായ പ്രസ്താവന നടത്തിയ ആളാണ് മിസ്റ്റർ സതീശൻ. പക്ഷെ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു തരത്തിലും ഒരു സമവായം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നാണ്. ഘടകകക്ഷികളൊക്കെ വളരെ ആശ്വാസകരമായ ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ കോൺഗ്രസുകാർ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ വൈഷമ്യത്തിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ എത്തിച്ചു. അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? അടൂർ പ്രകാശ്, കെ സുധാകരൻ അവരൊക്കെ ഇപ്പൊ സിറ്റിംഗ് MP-മാരാണ്. പക്ഷെ MP-മാരായിട്ട്